ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 29. രാജ്യത്തിന്റെ കടബാധ്യതയും ധനക്കമ്മിയും പരിധി വിടുന്നു. രൂക്ഷമായ തൊഴിലില്ലായ്മയും ഉയർന്ന നിരക്കിലുള്ള നാണ്യപ്പെരുപ്പവും വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക അസമത്വവും പട്ടിണിയും രാജ്യത്തെ സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. സാമ്പത്തിക വളർച്ചയിൽ മോദി സർക്കാർ മേനി നടിക്കുമ്പോഴാണ് ജനങ്ങളുടെ ജീവിത ദുരിതം ഇരട്ടിക്കുന്നത്. കണക്കുകൾ കൊണ്ടുള്ള സാമ്പത്തിക വളർച്ച വെറും പൊള്ളയാണെന്നും സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഭദ്രമല്ലെന്നുമാണ് അടുത്തിടെ പുറത്തുവന്ന IMF റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും വർദ്ധിച്ചുവരുന്ന കടബാധ്യതയും കുതിച്ചുയരുന്ന ധനക്കമ്മിയും സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വായ്പ GDP അനുപാതം അപകടരേഖ കടന്നുവെന്നാണ് IMF ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിലവിൽ കടബാധ്യത 82.4% എന്ന ഭയാനകമായ തലത്തിലാണ്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 80% കൂടുതൽ കടബാധ്യത നിലനിൽക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പദാവലി പ്രകാരം അപകടകരമായ സ്ഥിതിയാണ്. രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ വായ്പാ GDP അനുപാതം കുറയുകയാണ് വേണ്ടത്. എന്നാൽ മോദി ഭരണത്തിൽ ഇത് നേരെ വിപരീത ദിശയിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പുറത്തുവിടുന്ന സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളും രാജ്യത്തെ യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല. 2018 മുതലാണ് കടം വർദ്ധിച്ചത്. 2019 അവസാനം വായ്പയുടെ അനുപാതം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 74%. കേന്ദ്ര സർക്കാർ നൽകിയ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് IMF റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഔദ്യോഗിക കണക്കിൽ നിശബ്ദമായി മറഞ്ഞിരിക്കുന്നതും കണക്ക് കാണിക്കാത്തതും ബജറ്റിന് പുറത്തുള്ളതുമായ കടം ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ നിലയിൽ മുന്നോട്ടു പോയാൽ ഇന്ത്യയുടെ പൊതുകടം ദേശീയ വരുമാനത്തെ അധികരിക്കുമെന്നാണ് IMF വിലയിരുത്തുന്നത്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചുവരുന്ന ധനക്കമ്മിയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമായി മാറും. കുറഞ്ഞ തൊഴിലും ഉയർന്ന ഭക്ഷ്യ പണപ്പെരുപ്പവും കൂടിയ കടവും വളർന്നുവരുന്ന ഒരു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 55.87 ലക്ഷം കോടി രൂപയായിരുന്നു രാജ്യത്തിൻ്റെ കടബാധ്യത. 2023 മാർച്ചിൽ ഇത് 155.31 ലക്ഷം കോടിയായി. ഈ സാമ്പത്തിക വർഷാവസാനത്തിൽ 169.46 ലക്ഷം കോടിയാകുമെന്നാണ് ബജറ്റ് എസ്റ്റിമേറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന കടം കൂടി ഉൾപ്പെടുത്തിയാൽ 200 ലക്ഷം കോടി കവിയുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ രാജ്യത്തിന്റെ കടബാധ്യത അപകടാവസ്ഥയിൽ അല്ലെന്നാണ് മോദി സർക്കാരിന്റെ വാദം. പല വികസിത രാജ്യങ്ങളിലെയും കടം അവരുടെ ദേശീയ വരുമാനത്തെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണെന്നും അതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് വർദ്ധിച്ച കടത്തെ ന്യായീകരിക്കാൻ പറയുന്നത്. കോവിഡ് കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ കടബാധ്യത കുറഞ്ഞു വരികയാണെന്നും അവകാശപ്പെടുന്നു. ഈ വാദം ഉന്നയിക്കുന്ന കേന്ദ്ര സർക്കാർ കടമെടുപ്പിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളോട് മറ്റൊരു നയമാണ് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിനോട്. കേരളത്തിൻ്റെ പൊതുകടവും GDPയും തമ്മിലുള്ള അനുപാതം 36% മാത്രമാണ്. കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ കടബാധ്യത 39% ഇപ്പോൾ കുറഞ്ഞത്. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും കടബാധ്യതയും താരതമ്യം ചെയ്താൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷവുമില്ല. മറിച്ച് കേന്ദ്രത്തിൻ്റെ കടബാധ്യതയാണ് അപകടകരമായ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനം കുത്തനെ ഉയർന്നിട്ടും മോദി സർക്കാരിൻ്റെ കാലത്ത് ധനക്കമ്മിയും കുതിച്ചുയരുകയാണ്. നടപ്പുവർഷം ധനക്കമ്മി 6% കടക്കുമെന്നാണ് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് മുന്നറിയിപ്പ് നൽകിയത്. 5.9% ധനക്കമ്മി പിടിച്ചു നിർത്താനാണ് ബജറ്റിൽ ലക്ഷ്യമിട്ടിരുന്നത്. ധന ഉത്തരവാദിത്ത നിയമപ്രകാരം കേന്ദ്രവും സംസ്ഥാനവും റവന്യൂ കമ്മി ഇല്ലാതാക്കണമെന്നും ധനക്കമ്മി 3% പരിമിതപ്പെടുത്തണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. 2003 നിയമം നിലവിൽ വന്ന ശേഷം ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാർ ഈ നിബന്ധന പാലിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓഫ് ബജറ്റ് വായ്പയും കൂടി ചേർത്താൽ ധനക്കമ്മി പരിധി കഴിയുമെന്ന് പറഞ്ഞ് കേരളത്തിന് മേൽ പുതിയ നിബന്ധന അടിച്ചേൽപ്പിച്ച് കടമെടുപ്പിനുള്ള അവകാശം പോലും നിഷേധിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ധന മാനേജ്മെൻറ്റിനെതിരെ വാളെടുക്കുന്ന കേന്ദ്ര സർക്കാർ സ്വന്തം കാര്യത്തിലെത്തുമ്പോൾ ഭരണഘടനയെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയാണ്. കേന്ദ്രത്തിന് എന്തുമാകാം, സംസ്ഥാനങ്ങൾക്ക് പറ്റില്ലെന്ന ചിറ്റമ്മ നയമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല.